Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ റിബ്ഡ് ഗ്ലാസ് പ്രൊസീജിയറൽ മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഇന്റീരിയർ കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളിൽ വളരെ കോമൺ ആയി റിബ്ഡ് പാറ്റേണോട് കൂടിയ ഗ്ലാസുകൾ യൂസ് ചെയ്യാറുണ്ട്. റിബ്ഡ് ഗ്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ഒരു പ്രൊസീജിയർ മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി എൻഡ്ലെസ് റെസൊല്യൂഷനോട് കൂടിയ മാപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ക്രിസ്റ്റൽ ക്ലിയർ റിബ്ഡ് ഗ്ലാസ് മെറ്റീരിയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ആ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ റെസൊല്യൂഷൻ ലിമിറ്റേഷൻസ് ഇല്ലാത്ത ഒരു മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബോക്സിലേക്കാണ് ഒരു പ്രൊസീജിയറൽ മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് റിബ്ഡ് ഗ്ലാസ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്കൊരു ഗ്ലാസ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനായി മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. Vray ജനറിക് മെറ്റീരിയൽ ഈ മെറ്റീരിയൽ മാപ്പ് ബ്രൗസറിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. നമ്മളിവിടെ ഒരു ജനറിക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു മെറ്റീരിയലിനെ ഒരു ഗ്ലാസ് മെറ്റീരിയലായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി ബേസിക് പാരാമീറ്റേഴ്സിൽ പ്രിസെറ്റ് എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ കസ്റ്റം എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഗ്ലാസ് മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രിവ്യൂ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. വളരെ ഈസിയായി ഈ ഒരു ഗ്ലാസ് മെറ്റീരിയൽ ഈ ഒരു പ്രിസെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഗ്ലാസ് മെറ്റീരിയൽ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്തുകൊണ്ട് ഇന്ററാക്റ്റീവ് റെൻഡറിങ്ങിലൂടെ ചെക്ക് ചെയ്യാം. നമുക്കിതിൽ ഈ ഒരു ഗ്ലാസ് മെറ്റീരിയൽ കാണാവുന്നതാണ്. ഇനി ഒരു ഗ്ലാസ് മെറ്റീരിയലിനെ ഒരു റിബ്ഡ് ഗ്ലാസ് മെറ്റീരിയലായി ചേഞ്ച് ചെയ്യുന്നതിനായി ഒരു ഗ്രേ സ്കെയിൽ റിബ്ഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഗ്രേഡിയന്റ് റാമ്പ് എന്ന പ്രൊസീജിയറൽ മാപ്പാണ് ഒരു റിബ്ഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഗ്രേഡിയന്റ് റാമ്പ് എന്ന മാപ്പ് ആക്സസ് ചെയ്യുന്നതിനായി മെറ്റീരിയൽ മാപ്പ് ബ്രൗസറിൽ മാപ്സ് എന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ജനറൽ കാറ്റഗറിയിൽ ഗ്രേഡിയന്റ് റാമ്പ് എന്ന ഈ ഒരു മാപ്പ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് സ്ലേറ്റ് മെറ്റീരിയൽ എഡിറ്ററിന്റെ ഈ ഒരു വ്യൂവിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഈ ഒരു മാപ്പിന്റെ പ്രിവ്യൂ ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ഗ്രേഡിയന്റ് എഫക്റ്റിലാണ് ഈ ഒരു മാപ്പ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഗ്രേഡിയന്റ് റാമ്പിന്റെ പാരാമീറ്റേഴ്സിൽ ഈ ഗ്രേഡിയന്റ് കളേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. ഗ്രേഡിയന്റ് ടൈപ്പ് ലീനിയർ, ഇന്റർപോളേഷൻ ലീനിയർ എന്നിങ്ങനെയാണ് ഡിഫോൾട്ടായി ഗ്രേഡിയന്റ് റാമ്പ് പാരാമീറ്ററിൽ സെറ്റ് ആയിരിക്കുന്നത്. കൂടാതെ ഇതിന് ടൈലിംഗ് യു, വി എന്നിങ്ങനെ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ യു ഹൊറിസോണ്ടലായും വി വെർട്ടിക്കലായി എങ്ങനെ ടൈലിംഗ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഈ ഒരു ഹൊറിസോണ്ടൽ ടൈലിംഗ് ഞാൻ ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇവിടെ ഒരു 50 എന്ന ഒരു വാല്യൂ ടൈപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ഹൊറിസോണ്ടൽ ടൈലിംഗ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തതിലൂടെ ഈ ഒരു വെർട്ടിക്കൽ ലൈൻസ് ഇവിടെ ലഭിച്ചതായി ഈ ഒരു മാപ്പിന്റെ പ്രിവ്യൂവിൽ കാണാവുന്നതാണ്. ഇതുപോലെ ഒരു മാപ്പാണ് ഒരു റിബ്ഡ് ഗ്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ആവശ്യമുള്ളത്. റെസൊല്യൂഷൻ ലിമിറ്റേഷൻസ് ഇല്ലാതെ എൻഡ്ലെസ് ഡീറ്റെയിലോട് കൂടിയ ഒരു റിബ്ഡ് ഗ്ലാസ് മെറ്റീരിയൽ ഈ ഒരു മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഗ്രേഡിയന്റ് റാമ്പ് മാപ്പ് ഈ ഒരു ബമ്പിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഗ്രേഡിയന്റ് റാമ്പ് ബമ്പിലേക്ക് കണക്ട് ചെയ്ത ഉടനെ ഇന്ററാക്റ്റീവ് റെൻഡറിംഗിൽ ഗ്ലാസ് മെറ്റീരിയലിൽ റിബ്ഡ് പാറ്റേൺസ് ലഭിച്ചതായി ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു മാപ്പിന്റെ ടൈലിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി UVW മാപ്പ് യൂസ് ചെയ്യുകയോ ഗ്രേഡിയന്റ് റാമ്പിന്റെ കോർഡിനേറ്റ്സിൽ ഇതിന്റെ ടൈലിംഗ് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഒരു റിബ്ഡ് ഗ്ലാസ് മെറ്റീരിയൽ ഒരു ഫ്രോസ്റ്റഡ് എഫക്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. റിഫ്രാക്ഷൻ ക്ലോസ്നെസ് ഇവിടെ 1 ആയാണ് ഡിഫോൾട്ട് ആയി സെറ്റ് ആയിരിക്കുന്നത്. ഇതിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫ്രോസ്റ്റഡ് എഫക്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ 0.9 എന്ന ഒരു വാല്യൂ സെറ്റ് ചെയ്യുകയാണ്. ഫ്രോസ്റ്റഡ് ആയ ഈ റിബ്ഡ് ഗ്ലാസ് മെറ്റീരിയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ വളരെ ഈസിയായി നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് റെസൊല്യൂഷൻ ലിമിറ്റ്സ് ഇല്ലാതെ എൻഡ്ലെസ് ഡീറ്റെയിലോട് കൂടിയ റിബ്ഡ് ഗ്ലാസ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഗ്രേഡിയന്റ് റാമ്പ് എന്ന പ്രൊസീജിയറൽ മാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.